മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പൊട്ടറ്റോ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ മഷ്റൂം റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 പുഴുങ്ങിയ പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തേക്കുന്നത്. മീഡിയം വലിപ്പമുള്ള പൊട്ടറ്റോ തന്നെ. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ തന്നെ പൊട്ടറ്റോ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കണം. ഇതിനനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ഇപ്പം എനിക്ക് ഒരു വലിയ കപ്പ് നിറച്ചും പൊട്ടറ്റോ ഉടച്ചതുണ്ട്. അത് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ് എടുത്തേക്കുന്നത്. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒരു ചപ്പാത്തി പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ എടുക്കുന്ന പൊട്ടറ്റോയുടെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലവറിൻ്റെ അളവിന് വ്യത്യാസം വരും. അത് നമ്മൾ ടൈറ്റ് ആകാൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ലേശം ഓയിലൊന്ന് തടവിയിട്ട് നമുക്ക് ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. നല്ല ഷേപ്പിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു മഷ്റൂം ഷേപ്പിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബോട്ടിൽ എടുക്കുമ്പോൾ ചെറിയ വാവലിപ്പമുള്ള ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ബോട്ടിലിൻ്റെ ആ ഭാഗത്തും നമ്മൾ ഓയിൽ ഒന്ന് തടവി കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ നമ്മൾ ബോട്ടിൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് ഇങ്ങനെ ഒട്ടി പിടിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഓയിൽ ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ അത് ഒഴിവായി കിട്ടും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ബാറ്റർ മൊത്തം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ മഷ്റൂം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയും കൂടെ വേണം. കുറച്ച് വെള്ളമാണ് ഞാൻ പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തേക്കുന്നത്. നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോഴും ലേശം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. വെള്ളമെല്ലാം തിളച്ച് വന്നപ്പോഴത്തേക്കിനും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഓരോ പീസും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പൊട്ടറ്റോ വെന്തതാണെങ്കിലും കോൺഫ്ലവർ കൂടെ ചേർത്തത് കൊണ്ട് ഉൾവശം ഒന്ന് വേകുകയും വേണം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. ഓവറായിട്ട് അങ്ങ് കുക്ക് ചെയ്യാനും പാടില്ല. തിളച്ച് കറക്റ്റായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും ഇത് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരും. ആ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതെടുത്ത് തണുത്ത വെള്ളത്തിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് ഐസ് വാട്ടറാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓവറായിട്ട് കുക്കായി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചൂടോടുകൂടി എടുത്ത് ആ തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പാനിലോട്ട് 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഒലിവ് ഓയിലിന് പകരം നമുക്ക് ബട്ടറോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് 1 ടീസ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും അതോടൊപ്പം തന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളിയുമാണ്. 1 പച്ചമുളകും അതോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം എരിവ് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ചെറുതായിട്ട് നിറം ഒന്ന് മാറി വരികയേ ചെയ്യാവൂ. ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. 1.5 ടീസ്പൂണ് ടൊമാറ്റോ സോസും 1 ടീസ്പൂണ് സോയാ സോസും കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കൂട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ലേശം തിളപ്പിച്ചാർച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ടൊമാറ്റോ സോസിൻ്റെ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇവയെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ മഷ്റൂം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ ഓരോ പീസിലും ഞാൻ ടൂത്ത് പീക്ക് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിരുന്നു. ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഈ സോസൊക്കെ ഇതിൻ്റെ അകത്തോട്ട് പിടിച്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. കുറച്ചും കൂടെയൊക്കെ എരിവ് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഓരോ പീസ് പെറുക്കിയെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ടൂത്ത് പീക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ അതിനുള്ളിലോട്ട് ഈ സോസൊക്കെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് വരികയുള്ളൂ. അവസാനം കുറച്ച് മല്ലിയില ചോപ്പിയതോടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു റെസിപ്പി തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. താങ്ക്സ് ഫോർ വാച്ചിങ്.